ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 44 അധ്യായം 22 തിരുവചനം ഇപ്രകാരം പറയുന്നു: കാർമേഘം പോലെ നിന്റെ തിന്മകളെയും മൂടൽമഞ്ഞ് പോലെ നിന്റെ പാപങ്ങളെയും ഞാൻ തുടച്ചു നീക്കി. ഉയിർപ്പ് തിരുനാൾ മഹോത്സവത്തിനായി നാം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഉയിർപ്പിനെ കുറിച്ച് ധ്യാനിക്കുന്നതിന് മുൻപ് ദുഃഖവെള്ളിയെക്കുറിച്ച് ധ്യാനിക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാവുന്നതുപോലെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന രാജ്യങ്ങളിൽ ദുഃഖവെള്ളിയെ ഗുഡ് ഫ്രൈഡേ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. പലപ്പോഴും ദുഃഖവെള്ളി എന്ന് പറയുന്നത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സഹനങ്ങളും കുരിശുമരണവും മാത്രമാണ്. എന്നാൽ ക്രൂശിതന്റെ മുഖത്തേക്ക് മാത്രം നോക്കാതെ ഉയിർപ്പെന്ന പ്രത്യാശയിലേക്ക് നമ്മെ വിളിക്കുന്ന ഉദ്ധിതനായ ക്രിസ്തുവിന്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. പിച്ചവെച്ച് നടക്കുന്ന കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചിട്ടില്ലേ? പലതവണ വീണിട്ടും അവർ വീണ്ടും വീണ്ടും എഴുന്നേൽക്കുന്നു. അതെ, ഉയിർപ്പ് നമ്മെ വിളിക്കുന്നത് ഈ പ്രത്യാശയിലേക്കാണ്. വീണിടത്തു നിന്ന് വീണ്ടും എഴുന്നേൽക്കാൻ, ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് ആഴ്ന്നിറങ്ങാൻ, ദുഃഖവെള്ളയിൽ നിന്ന് ഉയിർപ്പിലേക്ക് യാത്ര ചെയ്യാൻ. മണ്ണിലേക്ക് ഇട്ട വിത്ത് മണ്ണിലേക്ക് അഴുകിച്ചേരുമ്പോഴാണ് ജീവന്റെ പുതുനാമങ്ങൾ ഉണ്ടാകുന്നത്. മുളന്തണ്ട് പുല്ലാങ്കുടലായി മാറുന്നതും ധാന്യമണികൾ സമൃദ്ധിയുടെ വിരുന്നാകുന്നതും ശിലകൾ ശില്പങ്ങളായി മാറുന്നതും മുന്നിലെ കുറവുകൾ നിറവുകളായി മാറുമ്പോഴാണ്. ഉയർപ്പ് നമുക്ക് നൽകുന്ന ഏറ്റവും നല്ല സന്ദേശം പ്രത്യാശയുടേതാണ്. എന്താണ് പ്രത്യാശ? ഏറ്റവും ഇരുണ്ട രാത്രികളിൽ ഒരു ശോഭനമായ നാളെ സാധ്യമാണെന്ന് നമുക്ക് ഉറപ്പു നൽകുന്നതാണ് പ്രത്യാശ. ജീവിതത്തിന്റെ പ്രക്ഷുബ്ധമായ കൊടുങ്കാറ്റുകൾക്കിടയിൽ നമ്മെ സ്ഥിരതയോടെ നിർത്തുന്ന നങ്കൂരമാണ് പ്രത്യാശ. നമ്മൾ ഒറ്റയ്ക്കല്ലെന്നും ചിന്തിക്കുന്നതും ശക്തരാണ് നമ്മളെന്നും ഏറ്റവും ഭയാനകമായ വെല്ലുവിളികളെ പോലും മറികടക്കാൻ കഴിയുമെന്നും നമ്മെ അറിയിക്കുന്ന ആശ്വാസദായകമായ സാന്നിധ്യമാണ് പ്രത്യാശ. പ്രത്യാശയുടെ വർഷത്തിൽ നാം ആയിരിക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ലെന്ന് നമ്മെ പഠിപ്പിക്കുന്ന ക്രിസ്തു ലോകത്തിലുള്ളവനേക്കാൾ ശക്തനാണ് എന്ന പ്രത്യാശയിൽ നമ്മളായിരിക്കും. വിശുദ്ധ യോഹന്നാന്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 4-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു: നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. 19-ാം നൂറ്റാണ്ടിൽ പ്രത്യാശ നഷ്ടപ്പെട്ടിരുന്ന സാധുജനങ്ങളിലേക്ക് പ്രത്യാശയുടെ ദീപനാളവുമായി കടന്നു വന്ന ധീര വനിതയായിരുന്നു മദർ എലീശ്വ. സ്വന്തമായി തനിക്കുണ്ടായിരുന്നതെല്ലാം ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി നിസ്സാരമായി കാണുവാൻ കഴിഞ്ഞതും നഷ്ടങ്ങളുടെയും കുറ്റപ്പെടുത്തലുകളുടെയും ഒറ്റപ്പെടലിൻ്റെയും നടുവിൽ ഈ സഹനങ്ങളെല്ലാം ഏറ്റെടുത്ത് നിശബ്ദയായി സഹിക്കുവാൻ മദർ എലീശ്വയെ പ്രാപ്തയാക്കിയതും അമ്മയിൽ വിളങ്ങിയിരുന്ന പ്രത്യാശ എന്ന പുണ്യമായിരുന്നു. കേരളത്തിലെ ആദ്യ സന്യാസിനി സമൂഹമായ TOCDക്ക് രൂപം നൽകുമ്പോൾ തൻ്റെ ദൗത്യത്തിൻ്റെ ശ്രേഷ്ഠത എത്രമാത്രമെന്ന് മദർ എലീശ്വ ചിന്തിച്ചിരുന്നില്ല. അമരത്ത് യേശു ഉണ്ടെന്ന ബോധ്യം കാറ്റിലും കോളിലും ശാന്തയായിരിക്കുവാൻ എലീശ്വയെ സഹായിച്ചു. നിരാശ ജീവിതത്തെ ഇല്ലാതാക്കാൻ പ്രേരിപ്പിക്കുമ്പോൾ പ്രത്യാശ ജീവിക്കാൻ ധൈര്യം നൽകുന്നു. ഒരിക്കലും കാൽവരി അനുഭവം നിരാശയുടെ താഴ്വരയല്ല, മറിച്ച് പ്രത്യാശയുടെ മലകയറ്റമാണ്. ജീവിതത്തിലെ ഓരോ ദുഃഖവെള്ളി അനുഭവവും നമ്മെ ഉയർപ്പെന്ന പ്രത്യാശയിലേക്ക് നയിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.